പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്ന അനാമികയാണ്. അനാമിക പറയുന്നുണ്ട്, സ്വന്തം മകൻ MD ആയ കമ്പനിയുടെ നേട്ടങ്ങൾ ഏതൊരമ്മയ്ക്കും അഭിമാനമാണ്. അതുകൊണ്ടാണ് വല്യമ്മ പോലും അവളുടെ മുമ്പിൽ ഒന്ന് താണു നിൽക്കുന്നത് എന്ന് അനാമിക പറയുന്നുണ്ട്. കാരണം നയനെ വിളിക്കാൻ വേണ്ടി ദേവയാനി പോയി എന്നുള്ള ന്യൂസ് അറിയുമ്പോഴായിരിക്കും ഇങ്ങനെ പറയുന്നത്. ഏതായാലും നയനെ കൂട്ടി ദേവയാനി അനന്തപുരിയിലേക്ക് ഒരുമിച്ച് കയറി വരുന്ന കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്. പ്രത്യേകിച്ച് ആദർശിന്. കാരണം ആദർശ് പോയി വിളിച്ചപ്പോഴും എന്താ പറഞ്ഞത്, ദേവയാനി നയനെ അംഗീകരിക്കാതെ വിടില്ല എന്നാണ്. അപ്പോൾ പിന്നെ അംഗീകരിച്ചിട്ടായിരിക്കുമല്ലോ വിടുന്നത്. പക്ഷേ ഇവർ വന്ന് കയറുമ്പോഴും ദേവയാനി അതേ മനോഭാവത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് എങ്ങനെ സംസാരിച്ചു അതുപോലെ തന്നെ ഇത്തിരി ഇഷ്ടക്കേടോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ഇത് കാണുമ്പോൾ ആദർശിന് ആകെ ഒരു അത്ഭുതമാട്ടോ. അപ്പം അതുപോലെ തന്നെ അജയനും പറയുന്നുണ്ട്, ആദർശ് വന്ന് വിളിച്ചപ്പം മോളിലെ അച്ഛനും അമ്മയും പറഞ്ഞത് ഏട്ടത്തി നയനെ അംഗീകരിച്ചാൽ മാത്രമേ വിടുകയുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് അജയൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു കൂടിയുണ്ട്. അത് കഴിഞ്ഞ് റൂമിൽ വരുന്ന ആദർശ് നയനോട് പറയുവാണ്, അമ്മ ഇപ്പം പല രീതിയിലും മാറിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും നിന്നോടുള്ള ആ ദേഷ്യത്തിൽ മാറ്റം വരാത്തതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്നിങ്ങനെ ആദർശ് പറയുമ്പോഴും നയൻ ഈ കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നില്ല. അത് വലിയൊരു തെറ്റല്ലേ? നയനയ്ക്ക് ആദർശിനോടെങ്കിലും കാര്യങ്ങളെല്ലാം പറയായിരുന്നു. എന്ത് സങ്കടം ഉണ്ടായാലും കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ. അത് കഴിഞ്ഞ് ആദർശ് മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവിടെ ആരെയാണോ വിഡ്ഢിയാക്കുന്നത് കണ്ടറിയാം.